ഞാനൊന്ന് പറയുന്ന കേക്കടി. ഞാനൊന്ന് പറയട്ടേന്ന്. ഓ എന്റെ പൊന്നടി പറ്റിപ്പോയി, നീ ഒന്ന് ക്ഷമിക്കുക. അത്രയ്ക്ക് അത്യാവശ്യം വന്നോണ്ടല്ലേ. എന്ത് അത്യാവശ്യം? എന്റെ ചിറ്റ എനിക്ക് അവസാനം വാങ്ങിച്ചെന്ന് വളയാത്. ഞാൻ എന്ത് കാര്യമായിട്ടാ വള കൊണ്ടുവന്നത് നിങ്ങൾക്ക് അറിയാവുന്നല്ലായിരുന്നു? അറിയാതെ എടി, കാശിന് അത്രയ്ക്ക് അത്യാവശ്യം വന്നോണ്ടെടുത്തല്ലേ. ചിറ്റ അന്നാണ്ട് ചോദിച്ചാൽ നീ തരത്തില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് എടുത്താ. ഞാൻ വീട്ടിൽ പോകുമ്പോൾ അമ്മയോട് എന്ത് പറ, അമ്മയ്ക്ക് സങ്കടമാവും. വേണമെങ്കല്ലേ ഞാൻ അതിന് മുമ്പ് എടുത്ത് തന്നാ പോരെ. അയ്യോ ആ നാറി വരുന്നുണ്ട്. സതീശേട്ടനോ? സതീശേട്ടനോ? നമ്മുടെ അയൽവക്ക് തീർന്നുണ്ട്. ആ ചുറ്റോടത്തുള്ള എല്ലാ വീട്ടിലും കുറ്റവും കുറവും കൂടെ അങ്ങ് കവലയിലെ ഹോട്ടലിൽ പോയി നാട്ടുകാരോട് വിളിച്ചു പറയല്ല ഈ നാറിയുടെ പണി. പെട്ടെന്ന് കണ്ണടച്ചോ, അല്ലെ വേറെ എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കും. എന്നതാ കെട്ടിയനും കെട്ടിയവനും കൂടി ചർച്ച? ഓ ഒന്നുമില്ലെന്നേ, ഇവളുടെ വള അത്യാവശ്യം ഞാൻ എടുത്ത് പണയം വെച്ചു. അതിന്റെ പരിഭവം പറച്ചില്ല. ഓ അതായിരുന്നു ആ കാര്യം. നീ എന്നത്തിലാണോ കൊച്ചിനെ സങ്കടപ്പെടുത്തുന്നത്? നീ ഇന്നലെ ചൊല്ലറിഞ്ഞപ്പോഴേ ഞാൻ അപ്പുറത്ത് നിൽപ്പുണ്ടായി. ഒന്ന് പോടാ, വെറുതെ അവളെ സങ്കടപ്പെടുത്താതെ. അതങ്ങ് കൊടുത്തേക്കടാ, പാവം. ഇത്രയൊക്കെ സർപ്രൈസ് പോരായോ? എന്ത് സർപ്രൈസ്? എന്ത് സർപ്രൈസ്? നീ ആ വള മാറ്റി കൊലസാക്കിയൊക്കെ ഞാൻ കണ്ടായിരുന്നു. അതും കൊടുത്തേക്കടാ, പാവം. മതി പറ്റിച്ചേ. ഇനി സ്വർണ്ണക്കൊലിച്ചിട്ട് തനിക്ക് അറിയാവുന്നല്ലേ. ഞാനത് താൻ ബാക്കി വീട്ടിലേക്ക് ഞാൻ കാണിച്ചു തരാം. എനിക്ക് എന്നാത്തിന്റെ കളപ്പടും ഉണ്ടായിരിക്കാൻ 100 വട്ടം പറഞ്ഞല്ലേ. ഇതൊക്കെ ഒരു രസമല്ലേ? അതിന്റെ ഒരു രസം. അല്ല, അവള് സ്വർണ്ണക്കൊലിച്ചുണ്ടെങ്കിൽ പിന്നെ ആർക്കും വേണ്ടിയോ സ്വർണ്ണക്കൊലിച്ച് മേടിച്ചേ? നിന്റെ ഭാര്യ സ്വർണ്ണക്കൊലിച്ചിടുവോ? അനു Ta